ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങൾക്കുണ്ടാകട്ടെ. ഇന്ന് ക്രിസ്മസ് പരീക്ഷ തുടങ്ങുന്ന ദിവസമാണ്. അനേകം കുഞ്ഞുങ്ങൾ പരീക്ഷയെ ഭയത്തോടെയാണ് കാണുന്നത്. അതിനാൽ തന്നെ പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ അവർ ഭയപ്പെട്ട് ഉള്ളതും കൂടി പഠിച്ചതെല്ലാം മറന്നുപോകുന്ന ഒരവസ്ഥയുണ്ടാകാറുണ്ട്. ഇന്ന് ഈ അവസ്ഥയെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമുക്കാർക്കെങ്കിലും നമ്മുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എങ്കിൽ ഇന്ന് അവർക്ക് ധൈര്യം ലഭിക്കുന്നതിനും പരീക്ഷയെ സന്തോഷപൂർവ്വം കാണുന്നതിനും അത് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ കടമ്പയാണ്, ഇതെനിക്ക് സാധിച്ചെടുക്കണം, ഈ കടമ്പ ഞാൻ സ്വീകരിക്കുന്നു, ഈ പരീക്ഷയെ ഞാൻ സ്വീകരിക്കുന്നു, എൻ്റെ ജീവിതത്തിലെ ഉയർച്ചയോ താഴ്ചയോ എന്ന് തീരുമാനിക്കുന്നതിനു വേണ്ടി ഈ പരീക്ഷയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന ബോധ്യത്തോടെ നിങ്ങൾ എല്ലാം പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഈ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ പരീക്ഷയെ അഭിമുഖീകരിക്കുക. ഈ പരീക്ഷ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. ഇത് എനിക്ക് നേരിട്ടേ പറ്റൂ. ഇതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ആവശ്യമാണ്. എന്നെക്കുറിച്ച് വിലയിരുത്തുവാൻ, എൻ്റെ ഭാവിയെക്കുറിച്ച് വിലയിരുത്തുവാൻ എനിക്ക് കിട്ടുന്ന ഒരു അവസരമാണ് ഈ പരീക്ഷ എന്ന ബോധ്യത്തോടെ നമുക്ക് പരീക്ഷയെ അഭിമുഖീകരിക്കാം. ഇവിടെ ഭയപ്പെടാൻ ഒന്നുമില്ല. കർത്താവായ ദൈവം നിങ്ങളുടെ കരം പിടിച്ചിരിക്കുന്നു. നിങ്ങൾ എഴുതുന്ന പേന, പേപ്പർ, നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങളുടെ ക്ലാസ്സിൽ സൂപ്പർവൈസ് ചെയ്യുന്ന ആൾ, മറ്റ് സ്റ്റുഡൻസ് എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. നിങ്ങൾ ഈ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ആ ഹാള്, ആ സ്കൂള് എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും ആവശ്യമായ കാര്യമാണ് ഇന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന ഒരു ബോധ്യം ഉള്ളിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ പഠിച്ചതെല്ലാം സാധിക്കുമെങ്കിൽ പരീക്ഷയ്ക്ക് മുമ്പ് ഒന്നുകൂടി റിവൈസ് ചെയ്ത് ശാന്തമായിരിക്കുക. പരീക്ഷയ്ക്ക് മുൻപ് നിങ്ങളുടെ മനസ്സ് സമാധാനവും സന്തോഷവും ശാന്തതയും നിറയട്ടെ. ഏത് ചോദ്യം വന്നാലും ഞാനത് ആത്മസംയമനത്തോടെ, ആത്മവിശ്വാസത്തോടെ ഞാൻ അതിനെ നേരിടും. എനിക്ക് അറിയാവുന്നത് എഴുതും, എനിക്കറിയാൻ വയ്യാത്തത് ഞാൻ എന്നാൽ കഴിയാവുന്നതുപോലെ എഴുതും എന്ന ഒരു ബോധ്യത്തോടെ നിങ്ങൾ പരീക്ഷാ ഹാളിൽ കയറുക. ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുന്നതിന് മുൻപ് ഒരു നിമിഷം നിങ്ങൾ സമാധാനമായിരിക്കുക. ഈ പരീക്ഷ എഴുതാൻ എനിക്ക് സാധിക്കും, ഈ പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ എനിക്ക് സാധിക്കും എന്ന് നമ്മുടെ ഉള്ളിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവ് നിങ്ങൾക്ക് സഹായം നൽകും. ഈ പരീക്ഷ എഴുതുമ്പോൾ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകും, നിറഞ്ഞിരിക്കും. അതിനാൽ പരീക്ഷാ പേപ്പർ കിട്ടുമ്പോൾ യാതൊരു ഭയത്തിൻ്റെയും ആവശ്യമില്ല. നിങ്ങൾ പഠിച്ചത് എഴുതുക. നിങ്ങൾ ആദ്യം അറിയാവുന്നത് നേരത്തെ എഴുതിയിട്ട് രണ്ടാമത് അറിയാൻ വയ്യാത്ത ക്വസ്റ്റ്യൻസ് പിന്നീട് അത് വായിച്ച് സാധിക്കുന്നത് പോലെ അത് എഴുതുക. തീർച്ചയായും കർത്താവ് നിങ്ങളുടെ കരം പിടിച്ചിരിക്കും. ഒന്നും ഭയപ്പെടരുത്. കർത്താവ് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ നിയോഗങ്ങളെ, നിങ്ങളുടെ ഇന്നത്തെ പരീക്ഷാ വിഷയത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കൂടെ പരീക്ഷ എഴുതുന്നവരെ, പരീക്ഷാ ഹാളിനെ, പരീക്ഷ എഴുതാൻ പോകുന്ന പേപ്പർ, പെൻ എല്ലാം സമർപ്പിച്ച് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 99:5 മുതലുള്ള വാക്യങ്ങൾ. നമ്മുടെ ദൈവമായ കർത്താവിനെ പുകഴ്ത്തുവിൻ, അവിടുത്തെ പാദപീഠത്തിങ്കൽ പ്രണമിക്കുവിൻ, അവിടുന്ന് പരിശുദ്ധനാണ്. മോശയും അഹറോനും അവിടുത്തെ പുരോഹിതന്മാരിൽ പെട്ടവരാണ്. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിച്ചവരിൽ സാമുവേലും ഉൾപ്പെടുന്നു. അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവർക്കുത്തരമരുളി. മേഘസ്തംഭത്തിൽ നിന്ന് അവിടുന്ന് അവരോട് സംസാരിച്ചു. അവർ അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ചു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങ് അവർക്കുത്തരമരുളി.
അങ്ങ് അവർക്ക് ക്ഷമിക്കുന്ന ദൈവമായിരുന്നു, തെറ്റുകൾക്ക് ശിക്ഷ നൽകുന്നവനും. ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. അവിടുത്തെ വിശുദ്ധ പർവ്വതത്തിൽ ആരാധന അർപ്പിക്കുവിൻ. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് പരീക്ഷ എഴുതുന്ന മക്കളെ എല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ക്രിസ്മസ് പരീക്ഷ തുടങ്ങുകയാണ്. കർത്താവെ, പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയം എടുത്തു മാറ്റി ഈ പരീക്ഷയെ എനിക്ക് എഴുതണം, അതിനെ സ്വീകരിക്കുവാൻ, ഇത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, ഈ പരീക്ഷ എന്ന കടമ്പ അത് നേരിടാനുള്ള ശക്തിക്കും കൃപയ്ക്കും വേണ്ടി, ആത്മവിശ്വാസത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് അവർ പഠിച്ച വിഷയങ്ങളെല്ലാം ഓർമ്മിപ്പിച്ചു കൊടുത്ത് പരീക്ഷാ സമയം അവരുടെ കൂടെ നിന്ന് ശാന്തമായി, സൗമ്യമായി, സമാധാനത്തോടെ, ആത്മവിശ്വാസത്തോടെ കയ്യിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സമാധാനത്തിൽ വായിച്ച് അവർ എഴുതാൻ ആത്മശക്തി കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ എഴുതുന്ന പരീക്ഷാ ഹാളിനെ, സ്കൂളിനെ, അവർ എഴുതുന്ന പേപ്പർ, ഉപയോഗിക്കുന്ന പെൻ, ഇവയെല്ലാം ഈശോയെ ഞാൻ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരീക്ഷാ ഹാളിലുള്ള സൂപ്പർവൈസേഴ്സിനെ, മറ്റ് സ്റ്റുഡൻസിനെ എല്ലാം ഞാൻ സമർപ്പിക്കുന്നു. ഈ മക്കളുടെ യാത്രയിൽ കൂടെയിരുന്ന് പരീക്ഷാ ഹാളിൽ പൂർണ്ണമായും നിന്റെ സാന്നിധ്യം അവർക്കുണ്ടായി അവർക്ക് ആത്മവിശ്വാസം നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ. ഇവരെഴുതുന്ന സബ്ജക്റ്റിനെ കുറിച്ച് ആഴമായുള്ള അറിവ് നൽകി ഈ മക്കളെ സഹായിക്കണമേ. അവർ പഠിച്ചതെല്ലാം ഓർക്കുവാൻ, ഓരോ ചോദ്യത്തിനും കൃത്യമായ ഉത്തരം എഴുതാൻ, അവർ പഠിച്ചതെല്ലാം ഓർക്കുവാൻ ഈ മക്കളെ നീ സഹായിക്കുകയും ചെയ്യണമേ. ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ബോർഡ് എക്സാംസിനു വേണ്ടി തയ്യാറെടുക്കാൻ ഈ പരീക്ഷ അവർക്കൊത്തിരി ഗുണകരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓരോ വിഷയങ്ങളിലും പഠിക്കാനുള്ള സിലബസിന്മേൽ നീ ഇടപെട്ട് ഞങ്ങളുടെ മക്കൾക്ക് എല്ലാം നീ കൃപ കൊടുത്ത് ദൈവീക ജ്ഞാനം കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതുവാൻ, ഭയം കൂടാതെ പരീക്ഷ എഴുതുവാൻ, പരീക്ഷയെ സ്വീകരിച്ച്, ആ ബുദ്ധിമുട്ടുകൾ സ്വീകരിച്ച് ഞാനിത് എഴുതും, ഇതെൻ്റെ അവകാശമാണ്, ഇതെനിക്ക് കിട്ടുന്ന ഒരു വലിയ അവസരമായി കണ്ട് ഈ പരീക്ഷയെ നേരിടാൻ ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ. അവർ പഠിച്ചതെല്ലാം ഓർക്കുന്നതിന് അവരുടെ ബുദ്ധിയെ നീ പ്രകാശിപ്പിച്ചു കൊടുക്കണമേ. മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റി പരീക്ഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നല്ലതുപോലെ പഠിക്കാനും നീ അവരെ സഹായിക്കണമേ, പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിച്ചതെല്ലാം നീ ഓർമ്മിപ്പിച്ചു കൊടുക്കണമേ. അത് യഥാരീതിയിൽ പരീക്ഷാ പേപ്പറിൽ അതിൻ്റെ ഉത്തരം നൽകാൻ കർത്താവേ ഈ മക്കൾക്ക് വിജ്ഞാനവും വിവേകവും നൽകി ഇന്ന് ഇവരുടെ കൂടെ നിന്ന് ഇവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇന്ന് ധൈര്യമായി പരീക്ഷാ ഹാളിൽ കയറാനും പരീക്ഷ എഴുതാനും നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഈ മക്കളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്കും ഉന്നതത്തിൽ നിന്നുള്ള കൃപയും ജ്ഞാനവും ശക്തിയും ബലവും നൽകി, ആത്മവിശ്വാസം നൽകി, എല്ലാ മേഖലയിലും സംരക്ഷണം നൽകി കർത്താവ് അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് അവരുടെ കൂടെ ഇരുന്ന് അവരെ സഹായിക്കട്ടെ. ലോകം മുഴുവനുമുള്ള പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളും അനുഗ്രഹീതരാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.